ഗൈസ്, മസ്തിഷ്ക മരണം പുതിയൊരു സിനിമ പോയി കണ്ടായിരുന്നു. മസ്തിഷ്ക മരണം എന്ന് വെച്ചാൽ ബ്രെയിൻ ഡെത്ത്. മൂവി എങ്ങനെയുണ്ടെന്ന് അറിയാം. I could do this all day, I could do this all night, all month, all year for my ഈ മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല മൂവി. ഈ മൂവി ഒരു വല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു കോമിക് കാണുന്ന ഒരു രീതിയിലുള്ള മൂവിയാണ്. പക്ഷേ അതിൽ മലയാളത്തിലെ കുറച്ച് സാധനങ്ങളൂടെ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് കൂതറയായിപ്പോയി. കൂതറ എന്ന് പറഞ്ഞാൽ വെറും കൂതറ. എനിക്ക് ആക്ച്വലി ഇതിനൊരു മൂവിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നേരത്തെ ഗഗനാചാര്യൊക്കെ ചെയ്ത ഡയറക്ടറാണ് ഇത് ചെയ്തിരിക്കുന്നത്, കൃഷാന്ത് ആർക്കി എന്ന് പറയുന്നത്. മൂവി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് മൂവിയല്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല മൂവി. അതിനുള്ള റീസൺസ് ഞാൻ പറഞ്ഞുതരാം. സോ മൂവി എന്ത് ടൈപ്പാണെന്ന് ചോദിച്ചാൽ ഒരു സയൻസ് ഫിക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. അതായത് 2046 ഇവിടെ കൊച്ചി നഗരം എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളൊരു അസംഷനിൽ ഡയറക്ടർ ക്രിയേറ്റ് ഒരു രസം. ആ കൺസെപ്റ്റ് എന്തായാലും കൊള്ളാം. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഗെയിം കളിക്കുന്നവർക്കറിയാം, സൈബർ പങ്ക് എന്ന് പറയുന്ന ഗെയിം. അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു മലയാളം മൂവിയാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അതിൽ കുറേ സംഭവങ്ങളുണ്ട്. അതായത് വെർച്വൽ റിയാലിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അതൊക്കെ അവർ ആഡ് ചെയ്തിരിക്കുന്ന ആ ഒരു 2046 കാലഘട്ടം അങ്ങനെ ആകും എന്നുള്ളൊരു രീതിയിലാണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അതൊരു കൺസെപ്റ്റായിട്ട് നമുക്ക് അവിടെ കീപ്പ് ചെയ്യാം. ഓക്കെ, സ്റ്റോറി നിങ്ങൾക്ക് ഞാൻ എന്താണെന്ന് പറഞ്ഞെന്ന് വെറുതെ സ്പോയിൽ ചെയ്യുന്നില്ല. ബട്ട് ഞാൻ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പുല്ലും മനസ്സിലാവില്ല. അതുപോലെയൊക്കെ തന്നെ മൂവിയും ഒന്നും മനസ്സിലാവില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ജെൻസി, മില്ലേനിയേഴ്സിന് കുറച്ച് പേർക്ക് ഇഷ്ടമാവുമായിരിക്കും. പക്ഷെ ജെൻസിക്ക് ചിലപ്പോൾ ഇഷ്ടമാവാനുള്ള ചാൻസ് ഉണ്ട്. ജെൻസി പീപ്പിൾസിന് മേ ബി, ഉറപ്പില്ല. പിന്നെ തീം എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഇൻസ്റ്റയിലൊക്കെ നമ്മൾ കാണുന്ന കുറേ സംഭവങ്ങൾ റെഫറൻസ് എടുത്തിട്ടുണ്ട്. അതായത് ആറാട്ടെണ്ണൻ്റെ റെഫറൻസ് ഉണ്ട്, അശ്വന്ത് കോക്കർ റിവ്യൂ പറയുന്ന പുള്ളിയുടെ റെഫറൻസ് ഉണ്ട്. ഇങ്ങനെ കുറേ റെഫറൻസും. പിന്നെ നമ്മൾ റീൽസിൽ കാണൂല ക്യാമറയും പൊക്കി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. നമുക്ക് തന്നെ തോന്നത്തില്ല എയർപോർട്ടിൽ പോകുമ്പോൾ, സെലിബ്രിറ്റിയുടെ ബാക്കിൽ എയർപോർട്ടിൽ. അതേപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണുന്ന സാധനങ്ങൾ അവർ റൈറ്റ് ചെയ്ത് ഒരു മൂവിയാക്കി ഇറങ്ങിയിട്ടുണ്ട്. അതാണ് മെയിൻലി ആ ഒരു തീം എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, ഫസ്റ്റ് ഹാഫിനെ പറ്റി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പം സെക്കൻഡ് ഹാഫിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഈസ് ഓക്കെ എന്ന് പറയാം. നമുക്ക് അത്ര ബോറിംഗ് അല്ല നമ്മൾ സെക്കൻഡ് ഹാഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ബട്ട് സ്റ്റോറി ഇതാണ് 2046 ഒരു കൺസെപ്റ്റ് മോഡലാണ്. അത് കുറേ ടെക് റിലേറ്റഡ് സംഭവങ്ങളുള്ളതുകൊണ്ട് അധികം പ്രായമുള്ളവർ പോയാൽ അവർക്ക് ഒട്ടും ഈ പടം ഇഷ്ടപ്പെടത്തില്ല. അവർക്കൊന്നും മനസ്സിലാവില്ല. അവർ ഈ VR ഉം AR ഉം അങ്ങനത്തെ ടെക് വൈസ് ഉള്ള സംഭവങ്ങളൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ഈവൻ ഈ VR ഉണ്ടെങ്കിലും ഈ സ്റ്റോറിയിൽ പറയുന്ന സംഭവങ്ങളൊന്നും ഇന്ന് വരെ ഈ ലോകത്ത് ഇംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും അല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കാം എന്ന് നമുക്ക് ചിന്തിക്കാനേ പറ്റത്തുള്ളൂ. മേ ബി നടക്കാം, നടക്കാതിരിക്കാം. ഇറ്റ്സ് എ കൺസെപ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു VR-ൻ്റെ കളിയാണ് കാണിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഗെയിം അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ, റിയാലിറ്റിയിലോട്ട് പോകുന്നതും അങ്ങനെയുള്ള കുറച്ച് മിക്സഡ് സംഭവമാണ്. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ കാണിച്ച കുറേ സീക്വൻസിനെ ഒരു ക്യാരക്ടർ റീപ്ലേസ് ചെയ്ത്, അതായത് ഫസ്റ്റ് ഹാഫിൽ ആ സെയിം സീൻ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ വേറൊരാൾ. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ അത് മൾട്ടിപ്പിൾ ആൾക്കാരാവും. അതായത് ഫസ്റ്റ് ഹാഫിൽ കാണിച്ച സീനിൽ ഇന്നിപ്പോൾ മോഹൻലാലിനെ കാണിക്കണമെങ്കിൽ അതേ സീനിൽ മമ്മൂട്ടി, അതേ സീനിൽ സുരേഷ് ഗോപി, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു മിക്സഡ് സംഭവമാണ് സെക്കൻഡ് ഹാഫിൽ കുറേ നടക്കുന്നത്. പിന്നെ അതിൽ ക്ലൈമാക്സ് ഒരു ഹോട്ട് റൂം സീനുണ്ട്. പിന്നെ എൻഡിങ് വരുമ്പം എന്തുവാണ് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നൊക്കെ എഴുതിക്കണി. എൻ്റെ പൊന്നു ഭഗവാനെ, ഫസ്റ്റിൽ മതി. സെക്കൻഡ് എന്തായാലും ഇറങ്ങത്തില്ല, കാരണം അത്ര നല്ലൊരു പടമല്ല ഗൈസ്. എൻ്റെ സെക്കൻഡ് ഇറങ്ങാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പം എല്ലാ പടത്തിൻ്റെ ഒരു ഫാൻറ്റസി ആണല്ലോ, ലാസ്റ്റ് എഴുതി കാണിക്കുമ്പോൾ സെക്കൻഡ് പാർട്ടിൽ എഴുതി കാണിച്ച് നിർത്തുന്നത്. പിന്നെ അതിനെ പറ്റി ഒരു അഡ്രസ്സ് പോലും കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റോറി പോകുന്ന ലെവല്. മേ ബി കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാം. അതായത് ഈ ഒരു നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണുന്ന സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ലാഫിങ് എലമെൻറ്റ്സ് ഉണ്ട്, ചിരിക്കാനുള്ള കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ഞാൻ ഒരിടത്തിൽ ചിരിച്ചിൽ എനിക്ക് കണ്ടിട്ടോ ഒന്നും തോന്നിയില്ല ഈ പടം.
അപ്പോൾ അങ്ങനെയാണ് മൂവിയുടെ ഒരു ഇത് പോകുന്നത്. മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? കൃഷാന്ത് ആർക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗംഗാചാരി അങ്ങനത്തെ പടം എടുത്ത പുള്ളി. പിന്നെ പ്രൊഡ്യൂസർ വിനായക് അജിത്ത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് സ്റ്റോറി ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മേക്കിങ് പറയണം, നല്ല കിട്ടില്ല മേക്കിങ്. നമ്മൾ മലയാളത്തിൽ ഇമാതിരി പടം മേക്ക് ചെയ്തെടുക്കുന്നത് സമ്മതിക്കണം. അതൊരു എന്താ പറയുന്നത്, നമുക്കൊരു ഹോളിവുഡ് മൂവിയുടെ ഒരു മേക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജപ്പാനിലുള്ള കുറേ തിങ്ങിക്കൂടിയ ആ ഒരു ഫ്ലാറ്റ് സംഭവങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം CGI ആണ്, ബട്ട് അതൊക്കെ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മൊത്തം ഒരു എൻവയോൺമെൻറ്റ് കാണുമ്പം നമുക്ക് സൈബർ പങ്കിലെ എൻവയോൺമെൻറ്റ് തോന്നും. അതായത് കടകളിലൊക്കെ നിയോൺ ബോർഡ്, റോഡിൽ ഇറങ്ങുമ്പോൾ നിയോൺ ലൈറ്റ്സ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. സോ മേക്കിംഗ്, ക്യാമറ, ഡയറക്ഷൻ ഓക്കെയാണ്, കുഴപ്പമില്ല. ബട്ട് സ്റ്റോറി എല്ലാവർക്കും മനസ്സിലാവാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്ത ഒരു സ്റ്റോറിയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. ബട്ട് കൺസെപ്റ്റ് കൊള്ളാം. കൺസെപ്റ്റ് ഇന്നുവരെ മലയാളത്തിൽ ആരും ചെയ്യാത്തൊരു വെറൈറ്റി കൺസെപ്റ്റാണ്. നിങ്ങളപ്പം ഈ സൈബർ പങ്കൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു മൂവി ചിലപ്പം അവർക്ക് ക്ലിക്കാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമിക്സ് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമാവാം. എനിക്ക് പേഴ്സണലി എനിക്ക് കോമിക്സിനോട് വലിയ താല്പര്യമില്ല. മേ ബി എനിക്ക് അതൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് ഈ മൂവി ഒട്ടും ഇഷ്ടമാകാത്തത്. നിങ്ങൾക്ക് കോമിക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് സൈബർ പങ്ക് ഗെയിം ഇഷ്ടമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിരിക്കാൻ ഞാൻ പറയും. പിന്നെ ഇതിലെ മ്യൂസിക്കൊക്കെ കൊള്ളാം, ബ്ലെൻഡ് ചെയ്ത് പോകുന്ന മ്യൂസിക്കാണ്. സിനിമാറ്റോഗ്രാഫർ പ്രയാഗ് മുകുന്ദൻ എന്ന് പറയും, നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളി ആ ഒരു ഹോളിവുഡ് സ്റ്റൈലും നമ്മുടെ ഫ്യൂച്ചർ 2046 എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളൊരു കളർ ഗ്രേഡിങ് ഒക്കെ കൊടുത്ത് പുള്ളി നല്ല കിടിലമായിട്ട് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ആരാണെന്ന് എനിക്കറിയത്തില്ല കളർ ഗ്രേഡിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ അഭിനയിച്ചവരെ പറ്റി പറയാം. അഭിനയിച്ചതിൽ എടുത്തു പറയാനുള്ള റോൾസ് ഉള്ളത് റജീഷ് അഭിനയം കിട്ടില്ലായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി. കുറേ നാളുകൾക്ക് ശേഷമാണ് വരുന്നതെങ്കിലും വ്യക്തമായിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരി. പിന്നെ നിരഞ്ജ് മണിയമ്പിള്ള രാജു, പുള്ളിക്കാരനാണ് ഇതിലെ മെയിൻ ആക്ടർ. നമ്മുടെ മണിയമ്പിള്ള രാജു സാറിൻ്റെ മകനാണ്. നല്ല വൃത്തിയായിട്ട് പുള്ളിയും ചെയ്തിട്ടുണ്ട്. ഒരു കുറ്റം പറയില്ല ഇവർ രണ്ടുപേരെ പറ്റിയും. അഭിനയിച്ചിരിക്കുന്നവരെല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറയാം. പിന്നെ ദിവ്യ പ്രഭ ആക്ട്രസ്, പുള്ളിക്കാരി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, റോളുണ്ട്. പിന്നെ രാഹുൽ രാജഗോപാൽ നമ്മുടെ കരിക്ക് സീരീസിൽ വരുന്ന ഒരു പുള്ളിയാണ്, പുള്ളിക്കാരനും നല്ല കിട്ടിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. ജഗദീഷ് സാർ പറയേണ്ട കാര്യമില്ലല്ലോ, പുള്ളി. പിന്നെ സുരേഷ് കൃഷ്ണ, പുള്ളി വൻ കോമഡിയാണ് ഇതിൽ. പുള്ളിയുടെ സീനൊക്കെ വരുമ്പോൾ ഓക്കെയാണ്, നമുക്ക് കണ്ടിരിക്കാം, ചിരിക്കാൻ തോന്നുന്ന കുറച്ച് എലിമെന്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറയാം. പിന്നെ നന്ദു എന്ന് പറയുന്ന ആക്ടർ, പുള്ളിയാണ് അശ്വന്ത് കോക്കിന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതിൽ കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചെറിയൊരു റോളാണ്. പിന്നെ ഷിൻസ് ഷാൻ എന്ന് പറയുന്ന പുള്ളിക്കാരന് കരിക്ക് മൂവിയിൽ വരുന്നതാണ്, നമ്മൾ ചില പടങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ ഒരു ലേഡി ക്യാരക്ടർ ആൻഡ് സലീം എന്ന് പറയുന്ന ആക്ട്രസ്, പുള്ളിക്കാരി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ജെയിൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു ആക്ടർ, പുള്ളിക്കാരന് ഒരു ചെറിയ റോളാണ്, കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മേക്കിംഗ് കിടിലാണ്. ഇതിൻ്റെ ആക്ട്രസിനോട് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കിട്ടിലും കുറേ കോസ്റ്റ്യൂംസ് കൊടുക്കുന്ന കുറച്ച് സീനുകളുണ്ട്, മോഡേൺ കോസ്റ്റ്യൂംസ് എന്ന് നമുക്കറിയാം. പിന്നെ എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അത്യാവശ്യം ഒരു പ്രായമുള്ള ഒരു 40 അല്ലെങ്കിൽ ഒരു 40 മുകളിൽ, അത്രയും ഏജിന് മുകളിലുള്ളവർക്ക് ഈ പടം ഒട്ടും പിടിക്കത്തില്ല, ഞാൻ ഗ്യാരണ്ടി ആണ്. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറേ എലമെന്റ്സ് ഒന്നും ചിലത് കത്തത്തില്ല, അല്ലെങ്കിൽ ഈ റിപ്പീറ്റഡ് സീൻസ് അതൊക്കെ ഭയങ്കര ഒരു ഡിസ്റ്റർബിങ് ആണെന്ന് തോന്നുന്നു. എത്ര മണിക്കൂറുണ്ട്? 2 മണിക്കൂർ 27 മിനിറ്റ്. ഇറങ്ങിപ്പോയാലെന്ന് ഒരു ആലോചിച്ചു കേട്ടോ. കാരണം ഈ റിപ്പീറ്റഡ് സീൻസ് വരുമ്പോൾ ഭയങ്കര ബോറിംഗ് ആണ്. പിന്നെ കഥയിലൊന്നുമില്ല, കഥ ഒരു കൺസെപ്റ്റ് ആണ്, അതെങ്ങനെ നിൽക്കണം, അത് നമുക്ക് ഡൈജസ്റ്റ് ആവാൻ ചാൻസസ് വളരെ കുറവാണ്. അപ്പം അതൊക്കെയാണ് ഈ ഒരു മൂവിയുടെ ഏകദേശമുള്ളൊരു പോക്ക്. നിങ്ങളൊരു 2-3 ദിവസം വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള റിവ്യൂ അറിയാം. ഇപ്പോഴത്തെ ഹൈപ്പിൽ പോയി കാണാതിരിക്കില്ല, നിങ്ങൾ പെട്ടുപോകും. പിന്നെ മൂവി തിയേറ്റർ വാച്ചിന് റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ മേക്കിംഗ്, അതായത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടില്ലാത്തൊരു തരം മൂവി മേക്കിംഗ് ആണ് ഈ ഒരു മൂവിക്കുള്ളത്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കിട്ടും. നിങ്ങൾ OTTയിലോ മൊബൈലിലോ കണ്ടാൽ നിങ്ങൾക്ക്
അവർ മേക്കിംഗ് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. സോ നിങ്ങളിപ്പം വീഡിയോ എഡിറ്റർ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെങ്കിൽ നിങ്ങൾ ഇത് ഡെഫിനറ്റ്ലി പോയി കാണണം. അതിൻ്റെ മേക്കിങ്ങും സംഭവങ്ങൾ ലൈറ്റിങ് എല്ലാം കിട്ടിലുമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈവൻ ആർട്ട് ഡയറക്ഷൻ ആ ഒരു എൻവയൺമെൻറ്റൊക്കെ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പക്ക ഒരു 2046 അങ്ങനെയാവും. അല്ലെങ്കിൽ നമ്മൾ ആ സൈബർ പങ്കിൽ കണ്ടിരിക്കുന്ന സെയിം കൈൻഡ് ഓഫ് എൻവയൺമെൻ്റ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടാൽ വേർത്താണെന്ന് പറയാം. അല്ലാതെ സ്റ്റോറി വൈസ് നമ്മൾ നല്ലൊരു കുടുംബ പടം പോയി കാണാമെന്നൊക്കെ വിചാരിച്ചാൽ തീർന്ന്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിചാരം വെച്ചിട്ടൊന്നും ഈ മൂവി കാണണ്ട. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ OTT-യിൽ ഇരുന്ന് കാണണമെന്ന് വെച്ചാലും അതും അല്ല. നിങ്ങൾ ഇത് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നത്തുള്ളൂ. അത്ര ഒരു റേറ്റിംഗ് ഉള്ളത്. ഞാൻ ഒരു ഔട്ട് ഓഫ് 5 റേറ്റിംഗ്, ഒരു മേക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനൊരു 2.5 കൊടുക്കും. ആ മേക്കിങ്ങും കൂടെ ഇല്ലായിരുന്നു, പടം ഒരു ഫ്ലോപ്പ് തന്നെയായിരുന്നു. എന്തായാലും 2-3 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം റിവ്യൂ ഒക്കെ അറിയാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പം ബുക്ക് മൈ ഷോയിലൊക്കെ എടുത്ത് നോക്കിയാൽ ഔട്ട് ഓഫ് 10 9.4 ഒക്കെ കാണിക്കുന്നുണ്ട്. അത് റിവ്യൂവിൽ ഇട്ടിരിക്കുന്ന എല്ലാം ഇതിൽ നിന്ന് മറ്റേ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന കമൻസുകളാണ്. സൂപ്പർ ഡയറക്ഷൻ, ഓസം സ്റ്റോറി, ബ്ലോക്ക് ബസ്റ്റർ, ഇൻസ്പയറിങ്. അതുകൊണ്ട് അതൊന്നും നോക്കണ്ട. നിങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കുറേ റിവ്യൂസൊക്കെ ഇതുപോലെ കണ്ടിട്ട് തീരുമാനിച്ച് പോയാൽ മതി. വെറുതെ ടൈം കളയണമെന്ന് പറയത്തില്ല. പിന്നെ ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല, അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ നടക്കുവാണെങ്കിൽ പോയി ധൈര്യമായിട്ട് കണ്ടു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കേരള സ്റ്റോറി 2 മൂവി ഞാൻ റിവ്യൂ ചെയ്യില്ല, അത് കാണത്തുമില്ല. ഞാനത് ബോയ്ക്കോട്ട് ചെയ്യണം. കാരണം നമ്മളെ നാട്ടിൽ, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മൾ. അതിനുള്ള മാനുഷിക പരിഗണന പോലും കാണിക്കാതെയാണ് അത് റിലീസിന് ഇറക്കിയിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ ബാക്കിയുള്ള പാകിസ്ഥാനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കിട്ടുക? നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ നമുക്കെതിരെ നിൽക്കുന്ന കുറേ സ്റ്റേറ്റുകളും അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞാൻ ആ മൂവി കാണത്തില്ല. നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്താൽ അത്രയും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് നല്ല നഷ്ടമുണ്ടാണ്. അവന്മാരെ കൊണ്ട് ഇനി കേരള സ്റ്റോറി 3 എന്ന് പറഞ്ഞവരിന് എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ കേരള എന്നുള്ള നെയിം വന്നപ്പോൾ അവന്മാർക്ക് ഒരു കുഴപ്പമില്ല, റിലീസിന് ഇറങ്ങുന്നു. ഇൻ കേസ് ഇത് വേറെ വല്ല മുംബൈയോ ഗുജറാത്തോ ഹരിയാനോ വല്ലോ ആണ് വന്നിരുന്നെങ്കിൽ അവന്മാർ എന്ത് പറഞ്ഞാണെങ്കിലും ആ പേര് മാറ്റി. നമുക്കറിയാമല്ലോ എമ്പുരാനിലൊരു സീന് വന്നതിൻ്റെ പ്രശ്നങ്ങൾ. അതാണ് കാര്യം. നിങ്ങൾ അത് നോട്ട് ചെയ്തോളൂ. എന്തായാലും ഞാൻ റിവ്യൂ ചെയ്യില്ല, ഞാൻ പടം പോയി കാണുകയില്ല. കണ്ണൂർ കണ്ടോളൂ, എൻജോയ് ചെയ്തോളൂ. ഞാൻ അടുത്തൊരു വീഡിയോ ഇടണം. അതിലേക്ക് Level. Keep it on the level. I'm climbing up the ladder while you in need of a shovel.